നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമുക്കെല്ലാവർക്കും ശരീരത്തിന് പല വേദനകളുണ്ടാകും. കഴുത്ത് വേദന ഉണ്ടാകും, തോള് വേദന ഉണ്ടാകും, കൈകാലുകൾക്ക് വേദന ഉണ്ടാകും, നടുവേദന ഉണ്ടാകും. അപ്പോൾ ഈ വേദനകളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഏറ്റവും കൂടുതലും ആളുകൾക്ക് പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ നടുവേദന. ഇപ്പം ജോലി ചെയ്യാൻ, ഇപ്പം കുനിഞ്ഞ് നിന്ന് ജോലി ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ വ്യായാമം ചെയ്യാൻ പോലും നടുവേദന കാരണം പറ്റുന്നില്ല. അപ്പോൾ ഈ നടുവേദനയ്ക്കുള്ള പരിഹാരവും അതുപോലെ തന്നെ അതെന്തുകൊണ്ടാണ് ഇപ്പം നടുവേദനയുടെ കാര്യങ്ങളൊക്കെ യോഗയിൽ പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ശ്രദ്ധിച്ച് കേൾക്കാം. നടുവേദന. നട്ടെല്ലാണ് ശരീരത്തിൻ്റെ നെടും തൂണ്. ബാഹ്യവും ആന്തരികവുമായ സർവ്വ അവയവങ്ങൾക്കും 72,000 നാഡീഞരമ്പുകളും നട്ടെല്ലിനോട് ബന്ധിപ്പിച്ചിരിക്കുന്നു. 33 നട്ടെല്ലിൻ്റെ കഷ്ണങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചങ്ങല പോലെയാണ് നട്ടെല്ലിൻ്റെ ആകൃതി. മുന്നോട്ടും പുറകോട്ടും വളയാനും ഇടത്തോട്ടും വലത്തോട്ടും ചരിയാനുമുള്ള സൗകര്യത്തോടു കൂടിയാണ് നട്ടെല്ല് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ സ്വാഭാവികമായ അവസ്ഥ വളയാനും ചരിയാനുമൊക്കെ കൂടാതെ നിവർന്ന് നിൽക്കുക എന്നതാണ്. ഈ ലക്ഷണങ്ങൾ തികഞ്ഞ നട്ടെല്ലുള്ളവരെ ഇന്ന് കണ്ടുകിട്ടാൻ വിഷമമാണ്. അപൂർവം ചില യോഗ സാധാരണക്കാരല്ലാതെ നട്ടെല്ലിൻ്റെ ന്യൂനതകളും വൈകല്യങ്ങളും ആരോഗ്യത്തിന് ഹാനികരമാണ്. അതുകൊണ്ട് ഹം യോഗ നട്ടെല്ലിന് വ്യായാമം കൊടുക്കുന്ന ആസനങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു. വ്യായാമം ഇല്ലാത്തവർക്ക് അവയവങ്ങളും ഒന്നും തന്നെ ശരിയായി പ്രവർത്തിക്കുന്നില്ല. വ്യായാമമില്ലാത്ത നട്ടെല്ലിൻ്റെ അഴിച്ചിലും വഴക്കവും ഫ്ലെക്സിബിലിറ്റി തികച്ചും നഷ്ടപ്പെടുന്നതാണ്. മാത്രമല്ല, നട്ടെല്ലിൻ്റെ ഓരോ ഘടകങ്ങളും അതാത് സ്ഥാനത്ത് ഉറപ്പിച്ച് നിർത്തുന്ന ലിഗമെൻറ്റ്സ് ദുർബലമായിരിക്കുകയും ചെയ്യുന്നു. 72,000 നാഡീഞരമ്പുകളാണ് നട്ടെല്ലിനോട് ഘടിപ്പിച്ചിരിക്കുന്നത്. വ്യായാമരഹിതമായ ഇവയുടെ കാര്യക്ഷമത ഹാനിക്കുകയും രക്തസഞ്ചാരത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. തന്മൂലം നട്ടെല്ലിനോട് ബന്ധപ്പെട്ട മാംസപേശികൾ ദുർബലങ്ങളായിരിക്കുന്നു. നട്ടെല്ലിൻ്റെ കണ്ണികൾ തമ്മിൽ കൂട്ടിമുട്ടി ചേരാതിരിക്കാനും വേണ്ടിയാണ് അവയുടെ ഇടയിൽ റബ്ബർ സ്പ്രിംഗ് പോലത്തെ ഒരു കുഷ്യൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നഷ്ടപ്പെടുമ്പോൾ ചില സാഹചര്യങ്ങളിൽ ചരിഞ്ഞും നിന്നുകൊണ്ട് എന്തെങ്കിലും എടുക്കാനോ പൊക്കാനോ ചെയ്യുമ്പോൾ നട്ടെല്ലിൻ്റെ ഏതെങ്കിലും ഒരു കണ്ണിയിലോ കുഷ്യനിലോ സ്ഥാനത്ത് നിന്നും മാറി പോകുന്നുണ്ട്. സ്പ്രിംഗ് ആക്ഷൻ നഷ്ടപ്പെട്ടിരിക്കുന്ന മാംസപേശികൾക്ക് അതിനെ യഥാസ്ഥാനത്ത് പിടിച്ചു നിർത്താൻ കഴിയാതെ വരുന്നു. അപ്പോഴാണ് നടുവേദന വരുന്നത്. അപ്പം ഇതൊക്കെയാണ് നടുവേദന വരാനായിട്ടുള്ള കാരണങ്ങൾ. എന്നുവെച്ചാൽ വ്യായാമമില്ലാത്തതും യോഗ അതുപോലുള്ള വ്യായാമങ്ങളൊന്നും ചെയ്യാത്തവർക്കാണ് കൂടുതലും നടുവേദന ഉണ്ടാകാൻ സാധ്യത. ഇപ്പം നടുവേദന ഇല്ലാത്ത ഒരാളെ നമുക്ക് കണ്ടുകിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു ചടങ്ങാണ്, ഒരു ബുദ്ധിമുട്ടാണ്. നട്ടെല്ലിൻ്റെ സ്വാഭാവികത്തിനും സംവിധാനത്തിനും അനുകൂലമല്ലാത്ത വിധത്തിലുള്ള ഇരിപ്പ്, നടപ്പ്, കിടപ്പ്, പ്രവൃത്തിരീതികൾ, മലബന്ധം, ആർത്തവദോഷങ്ങൾ, പതിഞ്ഞു കിടന്നും ഹോം റബ്ബർ മെത്തയിലും കിടന്നുള്ള ഉറക്കം, ഉപ്പിൻ്റെ ഉപയോഗം അധികം, കിഡ്നി തകരാറുകൾ, അമിതാഹാരം, നട്ടെല്ലിനിടയിൽ രക്തം കട്ടപിടിക്കുന്ന ഇങ്ങനെ നടുവേദനയ്ക്ക് അധികം കാരണങ്ങളുമുണ്ട്. കിഡ്നിയുടെ കംപ്ലൈൻ്റ് ഉള്ളവർക്കുണ്ട്, പിന്നെ നട്ടെല്ലിൽ രക്തം കട്ട പിടിച്ച് കിടക്കുന്നുണ്ട്, പിന്നെ
ശരിയായിട്ടുള്ള ഇരിക്കത്തില്ലല്ലോ. കസേരയിലൊന്ന് ഇപ്പോൾ വളഞ്ഞാണല്ലോ ഇരിക്കുന്നത്. കസേര അല്ലാതെ ഇപ്പം കല്ലിൻ്റെ ഇതുണ്ടെങ്കിലും എല്ലാവരും വളഞ്ഞാണ് ഇരിക്കുന്നത്. നേരെ ആരും അങ്ങനെ ഇരിക്കാറില്ല. അതുപോലെ തന്നെ കിടക്കുന്നതും ഈ കിടക്കുമ്പോൾ ഈ തലേണ കഴുത്തിൻ്റെ ഈ തലയ്ക്ക് മുകളിൽ വെച്ച് കിടക്കുന്നുണ്ട്. അല്ലാതെ ഈ കഴുത്തിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ വളഞ്ഞിരിക്കുന്ന ഭാഗത്ത് വെച്ച് വേണം തലേണ വെച്ച് വേണം കിടക്കാൻ. അപ്പോഴേ സ്ട്രെയിറ്റായിട്ട് കഴുത്തൊക്കെ ഇരിക്കത്തുള്ളൂ, മുതുകൊക്കെ. ഇവയിൽ പലതും ആഹാര പരിഷ്കാരങ്ങൾ കൊണ്ടും യോഗ പരിശീലനം കൊണ്ടും പരിഹരിക്കപ്പെടുന്നതും ആണ്. എന്നാൽ നടുവേദന ഉള്ളപ്പോൾ യോഗ ചെയ്യുന്നതും പ്രയാസമാണ്. നടുവേദനക്കാരും പെട്ടെന്ന് യോഗ ചെയ്താലും അത് കുറച്ചും കൂടെ വേദന ഉണ്ടാകും. പക്ഷെ അത് കുറച്ച് ദിവസത്തെ, അത് ചെയ്യുന്ന 1-2 ദിവസത്തെ ഒരു പ്രയാസം മാത്രമേ കാണത്തുള്ളൂ. പിന്നെ അത് മാറി വരും. പിന്നെ ഇത് നടുവേദന വേണ്ടെന്ന് ആഗ്രഹമുള്ളവർ ഇത് നേരത്തെ ചെയ്യുന്നത് നല്ലതാണ്. ഈ ആദ്യം ചെയ്യുമ്പോൾ കൈയും കാലിനും നടുവിനും കഴുത്തിനും ഒക്കെ നല്ല വേദനയും ശരീരം പെട്ടെന്ന് വിയർപ്പുണ്ടാവുകയും നീരിറങ്ങാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് സാവധാനത്തിൽ പതിയെ ചെയ്താൽ മതി. ഒരിക്കൽ അത് വന്ന് മാറി ശുദ്ധപൂർവം യോഗ പരിശീലനങ്ങൾ തുടർന്നും ചെയ്യുക. നടുവേദനയ്ക്ക് വേണ്ടി മാത്രമല്ല, പൊതുവെ ആരോഗ്യം മെച്ചപ്പെടുത്താനും വേണ്ടി. നടുവേദന മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പരിഹാരം മാത്രമല്ല യോഗ. അത് ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും, ശരീരത്തിലെ എല്ലാ എല്ലുകൾക്കും മാംസങ്ങൾക്കൊക്കെ നല്ലതാണ് യോഗ ചെയ്യുന്നത്. കിടക്കയിൽ കിടന്നുറങ്ങരുത്. പലക കട്ടിലിൽ വേണം കിടക്കാൻ. ചാരുകസേര ഒഴിവാക്കണം. മലശോധന സുഗമമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ വേണം. പച്ചക്കറികളും പഴങ്ങളും സുലഭമായി കഴിച്ചാൽ ഈ വിഷമം നേരിടുന്നതല്ല. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളൊക്കെ നന്നായി കഴിക്കണം. അപ്പോഴേ അതിനൊരു ഭക്ഷണ കാര്യത്തിലൊക്കെ അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകുന്ന കാര്യത്തിലൊക്കെ ഒരു സുഖം ഉണ്ടാകത്തുള്ളൂ. മലശോധന തൃപ്തികരമല്ലാത്ത ദിവസങ്ങളിൽ സ്വാഭാവികമായി ശോധനയ്ക്ക് ശേഷം എമിയ ഉപയോഗിക്കാം. നടുവേദന ഗൗരസ്ഥാനത്തിൽ ശവാസനം, മകരാസനം 2 പ്രകാരത്തിലുമുള്ള മാത്രം മതി. ഈ ശവാസനം, മകരാസനം ഈ 2 യോഗാസനങ്ങളും എന്താ പറയുക, ഒരു സാവധാന രീതിയിൽ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഒരുവിധം ആശ്വാസം ആയെങ്കിലും ഇല്ലെങ്കിലും വിഷമങ്ങൾ തികച്ചും മാറിയാലും യോഗാഭ്യാസം അനുഷ്ഠിക്കുക. എന്നും നടുവേദന ഉള്ളവർക്കും യോഗ വളരെ പ്രയോജനപ്പെടുന്നതാണ്. അപ്പം ഈ നടുവേദന മാറിയാൽ നിങ്ങളത് നിർത്തരുത്, അത് തുടർന്ന് ചെയ്യുക. അല്ലെങ്കിൽ ഇനിയും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാകും. അതുകൊണ്ട് ഒരു വഴിപാടിന് വേണ്ടി ഇപ്പം നടുവേദന വന്നു, അതുകൊണ്ട് എനിക്ക് ഇത് മാറിക്കിട്ടണം, അത് തന്നെ വേണ്ട എന്നല്ല. ഇത് നിത്യം ചെയ്യുമ്പോൾ പിന്നെ ഉണ്ടാകത്തേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഒഴിവാക്കാതെ സ്ഥിരം ചെയ്യുക. ഇത് നടുവേദനയ്ക്കുള്ളവർക്ക് യോഗ പരിശീലനം മെച്ചമാണ്, നല്ല ഗുണം ചെയ്യുന്നതാണ്. അപ്പം ഇതൊക്കെയുള്ള ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഈ നടുവേദനയുടെ കാര്യത്തെക്കുറിച്ച് യോഗയുടെ പുസ്തകത്തിൽ പറയുന്നത് സത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എങ്ങനെയാണ് നടുവേദന ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ ഞരമ്പുകൾ ഇപ്പോൾ 72,000 നാഡീഞരമ്പുകൾ, അതിൻ്റെ കാര്യം പറഞ്ഞ്, പിന്നെ ഈ രക്തത്തിൽ ഈ എല്ലുകളിൽ രക്തം കട്ട പിടിച്ച് കിടക്കുന്നതും, പിന്നെ അത് കിഡ്നി തകരാറുള്ളവർക്കൊക്കെ നടുവേദന, അങ്ങനെയൊക്കെ അതൊക്കെ സത്യമാണ്. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. എങ്ങനെയാണ് ഈ നടുവേദനയ്ക്ക് ഉണ്ടാകാൻ കാരണമാകുന്നതിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾ കുറച്ചും കൂടെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് ഇതിൻ്റെ പരിഹാരം നിങ്ങൾ കണ്ടെത്തുക. ഇപ്പോൾ എന്ന് വെച്ചാൽ യോഗാഭ്യാസം ഏതൊക്കെയാണ്, ആ യോഗാഭ്യാസങ്ങളിൽ നിന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് നിങ്ങളൊന്ന് 1-2 തവണ ഒന്ന് കേട്ട് നോക്കുക. അത് നിങ്ങൾക്ക് പ്രയോജനമുള്ള വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.